എന്നത്തെ പോലെയും ഇന്നത്തെ ഡ്യൂട്ടി തന്നെ കറക്റ്റ് 9 മണിക്ക് തന്നെ കഴിഞ്ഞു കേട്ടോ. ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ നടന്ന് എൻ്റെ അക്കോമഡേഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ താണ്ടി എൻ്റെ അക്കോമഡേഷനിലെത്തി. വരുന്ന വരവിൽ എൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അധികം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഞാൻ നൈറ്റത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഉണ്ടാകാനുള്ള സമയം കിട്ടാഞ്ഞ കാരണം ഞാനിങ്ങനെ ആലോചിച്ച് വരുവാണ് എന്തുണ്ടാക്കും ഇന്ന്. കാരണം നമ്മൾ വരുമ്പോഴേ ഫുഡ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിലുള്ള സന്തോഷം ഒന്ന് വേറെ അല്ലേ. അപ്പം നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് എൻ്റെ അമ്മ പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്ന് ഞാൻ സത്യം പറഞ്ഞ സങ്കടത്തിലാണ്. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എൻ്റെ വിശപ്പ് അങ്ങ് പോയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ദാണ്ട് റൂമിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ കലങ്കോലായി കിടക്കണം. അതൊക്കെ ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ പോകുന്നത് ഒന്ന് ഫ്രഷ് ആവാനാണ് കേട്ടോ. അതിനുശേഷം എന്താണ് ഫ്രിഡ്ജിലും വീട്ടിലുള്ളതെന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി വിശപ്പുണ്ട് കേട്ടോ. എനിക്ക് ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട് സത്യം പറയാമല്ലോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പോകുന്നേ, പിന്നെ നമ്മളൊന്നും കഴിക്കത്തില്ല. ചില സമയത്ത് ഇച്ചിരി ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും കുടിക്കുമായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ തന്നെ എന്തോ ഒരു ഫ്രൂട്ട് കിട്ടി. അപ്പോൾ പിന്നെ ഇതെങ്കിൽ ആദ്യം ഇത് കഴിച്ചിട്ടാവാം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കാരണം നമുക്ക് വിശപ്പിൻ്റെ ഒരു ശമനം കിട്ടുകഴിഞ്ഞാൽ കുക്ക് ചെയ്യാനായാലും എന്ത് ജോലി ചെയ്യാനായാലും നമുക്കൊരു ഇൻട്രസ്റ്റ് കാണുമല്ലോ. കടലയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ടത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കുക്കറി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വിസിലടിച്ചെടുക്കാം. കൂടാണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കറിക്കകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പിച്ചാത്തി വെച്ച് അരിയാൻ കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതിയെ അരിയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കടലക്കറിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ചെറിയ പുളിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ അരിയാനൊന്നും വലിയ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ നമുക്ക് പതിയെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ പച്ചമുളക് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ 5-6 പച്ചമുളക് കിട്ടി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ കുക്കിങ്ങിലോട്ട് കിടക്കും. അതിനായിട്ട് ദാണ്ട് ഞാൻ അടുപ്പ് വെച്ചിരുന്ന പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് കടുകും പിന്നെ നമ്മുടെ മസാല ഉണ്ടല്ലോ, ഗരം മസാല, അതിൻ്റെ കൂട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവത്തിന്ന് ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ പെരുംജീരകവും കറുവാപ്പട്ട ഗ്രാമ്പൂ എല്ലാം കൂടി മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ദാണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അതും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി കൂടി ചേർക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി വരാൻ എളുപ്പമാണെന്ന് ആരോ പറഞ്ഞു കേട്ടത് ഞാനങ്ങ് ഫോളോ ചെയ്യുവാണ് കേട്ടോ. പക്ഷേ എനിക്ക് സക്സസ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഏകദേശം നമ്മുടെ സവാളയ്ക്ക് ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി കൂടി ഉണ്ടെങ്കിൽ കിടിലനായനെ. പക്ഷേ കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം എരിവ് ഞങ്ങൾക്ക് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതുകൂടി ഞാൻ ഇതിലൂടെ ചേർക്കുന്നുണ്ട്. ഒരു നോൺ വെജ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടി കേട്ടോ. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്, നല്ല അടിപൊളി മണവും വരുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ തക്കാളി അരിഞ്ഞു വെച്ച് നമ്മൾ ചേർത്തില്ലായിരുന്നു. അപ്പം അതുകൂടി ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ കറി കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയായിരുന്നു. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. അതുമല്ല, ഒരു നോൺ വെജ് ഫ്ലേവറിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു നോൺ വെജിൻ്റെ ഫ്ലേവർ അതുപോലെ കഴിക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയും ഇതിൽ നിന്ന് കുറച്ച് കടലയും കൂടി ചേർത്ത് അരച്ച ഒരു അരപ്പാണ് കേട്ടോ. അതും കൂടി ചേർത്തപ്പോൾ കറി കിടിലൻ അടിപൊളിയായിട്ട് കുറുകി നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാൽ ചേർക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, തേങ്ങ അരച്ച് ചേർക്കാം. ഈ കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പം നല്ല ബട്ടർ ചേർത്ത് നല്ല നാടൻ ദോശ ചൂടാന്ന് വിചാരിച്ചു കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു അടിപൊളി കുറച്ച് ദോശ ചുട്ടെടുക്കാം. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3-4 ദോശയുടെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചുടാനായിട്ട് പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ കുറച്ച് ദോശകളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനായിട്ട് ദോശയും കടലക്കറിയും. ഞാൻ ഈ കോമ്പിനേഷൻ ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ദോശയും കടലക്കറിയും അങ്ങനെ ഒരു കോംബോ ഉണ്ടോ എന്ന്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏത് കോമ്പിനേഷൻ ഫുഡായാലും നമ്മൾ കഴിക്കും, നമുക്ക് ഇന്ന കോമ്പിനേഷനൊന്നുമില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ കടലക്കറിയും ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു.